വായാന്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, ഇന്നിപ്പോൾ ഈ താൽക്കാലികമായ SIR നിർത്തിവെക്കണം എന്നുള്ള ഹർജിയൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് പരിഗണനയ്ക്ക് വരാനിരിക്കുകയാണ്. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറയുന്നുമുണ്ട്. എങ്ങനെയാണ് ഇത് നമുക്ക് അനുകൂലമായൊരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിനുണ്ടോ? അമൃത, കഴിഞ്ഞ ദിവസമാണ് SIRന്റെ എല്ലാ നടപടികളും അത് ഒരാഴ്ച വീതം നീട്ടിക്കൊണ്ടുള്ള തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായി ഇറക്കിയത്. എന്തായാലും അതിന്റെ ഭാഗമായി ഒരു ഭാഗികമായി ഉള്ള അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് നിലവിൽ സംസ്ഥാനത്തെ BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ സ്വീകരിച്ചത്. എന്തായാലും ഇന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ CPM കോൺഗ്രസ് ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇത് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ വ്യക്തമാക്കാൻ പോകുന്നത് ഇക്കാര്യത്തിൽ ഈ ഒരാഴ്ച മാത്രം നീട്ടി നൽകിയാൽ പോരാ, അതിൽ കൂടുതൽ ഇപ്പോൾ ഈ ധൃതി പിടിച്ച് നടത്തുന്ന SIR അത് നിർത്തിവെക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം കൂടുതൽ സമയമെടുത്ത് വേണം SIR നടപ്പിലാക്കാൻ എന്നുള്ളതാണ്. നിലവിൽ 50% ഫോമുകൾ വിതരണം ചെയ്ത് തിരിച്ച് വാങ്ങാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല. കഴിഞ്ഞ ഞായറാഴ്ചയോടുകൂടി തന്നെ ഏകദേശം 85% ഫോമുകളും തിരികെ എത്തിക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എല്ലാ യോഗത്തിലും എതിർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നിടത്തല്ല കാര്യങ്ങൾ. അല്ലാതെ ഒരുപാട് ആളുകൾ, ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റപ്പെടുമെന്നാണ്. അത് മരിച്ചവരുണ്ട്, ഒപ്പം തന്നെ ഇരട്ട വോട്ടുകളുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാം ചേർന്ന് 10 ലക്ഷത്തോളം പേർ കേരളത്തിൽ നിന്ന് മാറും, വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആ ഒരു കണക്കുകളാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലുള്ളത്. പക്ഷേ ഈ 10 ലക്ഷം പേർ ഒഴിവാകുമെന്ന് പറയുമ്പോൾ അത് മരിച്ചവരും ഇരട്ട വോട്ടുള്ളവരും മാത്രമല്ല, അല്ലാതെയുള്ള ആളുകൾ കൂടി ഒഴിവാക്കപ്പെടും. പ്രായമായവരുണ്ട്, ഏതെങ്കിലും തരത്തിൽ റൂറൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ളവർ. ഒപ്പം തന്നെ ഈ നഗര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ നേരിട്ട് BLOമാർക്ക് കാണാൻ കഴിയാതെയോ അല്ലെങ്കിൽ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറാൻ അവർക്ക് കഴിയാതെയോ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒക്കെ ഇത്ര പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഇങ്ങനെയൊരു SIR നടപ്പിലാക്കിയാൽ അതിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പിന്മാറേണ്ടി വരും, അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ആശങ്കയായി മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഇന്നും ആവശ്യപ്പെടാൻ പോകുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന SIRന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം, കൂടുതൽ സമയമെടുത്ത് പിന്നീട് അത് നടത്തണം എന്നുള്ള ആവശ്യമായിരിക്കും സുപ്രീം കോടതിയിൽ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും സ്വീകരിക്കുക.